നിശ്ചയിച്ചിട്ടുണ്ട്. അതെ, ഭഗവാൻ തന്നെ അയച്ചതാ കുട്ടിയെ. அடேங்க அப்பா, என்ன பிரமாதமான திருவிழா. என் லைஃப்ல இந்த மாதிரி ஒண்ணு பார்க்கவே இல்லை. ചടങ്ങുകളൊക്കെ ഭംഗിയായി പൂർത്തിയാക്കിയിട്ടും അമ്മയ്ക്ക് എന്താ ഇപ്പോഴും ഒരു ആലോചന? മഹാലക്ഷ്മിയെ പോലെ നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടി 2-3 വട്ടം കണ്ടു, ഇഷ്ടാവുകയും ചെയ്തു. പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റിയില്ല. എന്താ പേര്, എവിടെയാ വീട്, ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. ഞാൻ കരുതി നടയിൽ വെച്ച് ഏട്ടനെ പിടിച്ച് കെട്ടിക്കുമെന്ന്. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ടമ്മേ. പിന്നെപ്പോഴ് മൂത്ത് നരച്ചിട്ടോ? ജാതകപ്രകാരം നിനക്ക് പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണം. ഒക്കെ ഞാൻ തീരുമാനിച്ചോളാം. മോനെ എതിരൊന്നും പറയണ്ട. ഏട്ടൻ പെട്ടു. ஏதோ ஒரு அப்பாவி பெண்ணும் பட்டாச்சு. എന്താ അവിടെ? ഒരു കുട്ടിയുടെ ധാവണി കഴിഞ്ഞു പോയതാ. മോളെ, മോളെ. അയ്യോ, ഞാൻ വരുന്നച്ചാ. சிங்கத்தோட கூட்டில் மாங்குட்டியோட விளையாட்டம். அந்த பைத்தியக்கார இது பார்த்தா ஆண்டவா. ஐயா, காஃபி. നീ എന്താ നോക്കുന്നേ? ഒന്നുമില്ലയ്യ. சிங்கம் பார்த்தாச்சு, இனி என்ன நடக்க போகுதோ. ജ്യോതി, ആ മോളെ. ഇതാ വരുന്നമ്മേ. ഡാ, என்னங்க அந்த மேக்கப் അയ്യോ, എന്റെ ഫോൺ.
ജ്യോതി, നീ കഴിക്കുന്നില്ല മോളെ? അമ്മ എന്റെ ഫോൺ കാണുന്നില്ല. ഞാനത് ഇവിടെ വെച്ചതാ. എന്നിട്ടെന്താ, പറന്നുപോയോ? ഞാൻ ഇവിടെ തന്നെയാ വെച്ചേ. വന്ന് കഴിച്ചേ മോളെ. എടി നീ വന്ന് കഴിക്കുന്നില്ലേ? എന്നിട്ട് നോക്കിയാ മതി. ദേ അല്ലെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരുവേ. എടി വരാൻ. എന്നാലും അതെവിടെ പോയി? അമ്മേ, ഇവൾക്ക് മറവിക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചു കൊടുക്കണേ. ശ്ശേ, കഴിഞ്ഞ ദിവസം മേക്കപ്പ് ബോക്സ് തിരയുന്നതാണ്. അത് കിട്ടിയില്ല ഏട്ടാ. സൂക്ഷ്മത വേണം. അതിന് അമ്മയെ കണ്ട് പഠിക്കണം നീ. ഉം. അമ്മ ഒന്നും പാക്കല്ലേ. ഛെ, എന്നാലും എന്റെ ഫോൺ. ആ, ഇങ്ങനെ ചുമക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ പുകയില വാങ്ങാതിരുന്നത്. ഒന്ന് പോടാ അവിടുന്ന്. ആ, ഞാനിനി 100 കൊല്ലം ജീവിക്കാൻ പോവല്ലേ. തമ്പുരാൻ വിളിക്കുമ്പോ അങ്ങ് പോണം. അതിന് മുറിക്കാലെന്താ, മുറിക്കില്ലെങ്കിലെന്താ. നീ ഇവിടെ ഇരുന്നേ. ഉത്സവത്തിന്റെ കാര്യങ്ങൾ പറ. മുത്തശ്ശിയെ കൊണ്ടുപോവാന്ന് ഞാൻ പറഞ്ഞല്ലേ, വരാഞ്ഞിട്ടല്ലേ? ആ കുന്നും മലയൊക്കെ കയറി ഞാൻ അമ്പലത്തിലെത്തുമ്പോഴേക്കും ഉത്സവമൊക്കെ കഴിയും മക്കളെ. മുത്തശ്ശി മരുന്ന് കഴിച്ചില്ലേ? ഇല്ല. ആ, അത് കൊള്ളാം. എന്നിട്ട് എന്താ എന്നോട് പറയാത്തെ? ഞാൻ പോയി മരുന്ന് എടുത്തിട്ട് വരാം. ഈ വയ്യാത്തപ്പോ ശയനപ്രദർശനം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? എന്നിട്ടിപ്പോ ശരീരം അനക്കാൻ വയ്യ. അതിനെന്താ, നോക്കാൻ നിന്നെ പോലൊരു മോളുണ്ടെങ്കി അസുഖം വരുന്നൊരു രസമല്ലേടി. അയ്യടാ. ആ, ഉത്സവത്തിന്റെ തിരക്കിനിടയിൽ ചോദിക്കാൻ മറന്നുപോയി. റാങ്കുകാരിക്ക് എന്താ അച്ഛൻ വാങ്ങിച്ചു തരണ്ടേ? പറഞ്ഞോ. എന്താ പറയേണ്ടതെന്ന് ഞാൻ ഈ ആലോചിക്കുന്നത്. എന്നോട് ചോദിക്കാതെ തന്നെ എന്റെ എല്ലാ ആഗ്രഹങ്ങളും അച്ഛൻ നടത്തി തരല്ലേ. എന്തെങ്കിലും ബാക്കി വെച്ചാലല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റൂ. എന്നാ അച്ഛൻ ഒരു കല്യാണം നടത്തി തന്നാലോ? ഇപ്പൊ എന്ത് പറഞ്ഞാലും കല്യാണത്തിലാണല്ലോ വന്ന് നിൽക്കുന്നത്. എനിക്ക് അച്ഛനെ വിട്ട് പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട. മുത്തശ്ശിക്ക് സമയത്തിന് മരുന്ന് കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ഓ, ഞാൻ മറന്നു. അതേ, അത് മാത്രമല്ലേ നീ മറക്കൂ. മുഖം മിനുക്കാനും നഖം മിനുക്കാനൊന്നും ഒരു മറവിയില്ലല്ലോ നിനക്ക്. ഞാൻ എടുത്തു കൊടുത്തോളാം. അവനെ ഈ കുടുംബത്തിനോട് രാപ്പകൽ കിടന്ന് കഷ്ടപ്പെടുക. പാടത്തെയും പറമ്പിലെയും പണി കഴിഞ്ഞിട്ട് ഇനി വീടിനകത്തും കൂടെ അവൻ ബുദ്ധിമുട്ടണോ? ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടാൻ. നല്ല വെള്ള ചമയാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. മിണ്ടാതിരിക്കാസത്ത്. അതെ, അവന്റെ ചെലവില്ല ഞാനും നീയൊക്കെ കഴിയുന്നത്.
അത് മറക്കണ്ട. ഒന്ന് നിർത്തൂ. കുറെ കാലം കേൾക്കാൻ തുടങ്ങിയിട്ട്. ചെലവ് നടത്തുന്നുണ്ടെങ്കിലേ അത് നമ്മുടെ പാടത്ത് കൃഷി ഇറക്കുന്നതിനുള്ള കൂലിയായിട്ട് കൂട്ടിയാ മതി. എടി നീ എന്തേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 3 വയസ്സിൽ അച്ഛനമ്മയും മരിച്ചതല്ലേ? പിന്നെ നോക്കിയതാരാ? വളർത്തിയതാരാ? പഠിപ്പിച്ചതാരാ? അച്ഛൻ തന്നെയല്ലേ? അച്ഛൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ കൂട്ടി നോക്കിയാലും നമുക്ക് തന്നെയാ നഷ്ടം. വീണേ, മുത്തശ്ശിക്ക് ഇതൊന്നും കൊടുത്തേക്കണേ. എന്നെ അങ്ങനെ പെട്ടെന്ന് കൊത്തി മുറിവേൽപ്പിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റില്ല. എന്നാലും അവളോടൊന്ന് പറയണം, കണക്ക് പറയുന്ന കൂട്ടത്തില് എന്റെ അച്ഛനമ്മമാരെ പെടുത്തണ്ടെന്ന്. അയ്യോ, ഈ ആൾക്കാരൊക്കെ ചോദിക്കുവാ നളിനിക്ക് ഭ്രാന്തായോന്ന്. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. മരുമോക്ക് റാങ്ക് കിട്ടിയെന്നും പറഞ്ഞ് 1500 ലഡുവാ ഞാൻ വാങ്ങിയത്. 150 അല്ലേ അമ്മേ? നിന്നോട് ഞാൻ ചോദിച്ചോ? 150 ഇപ്പൊ വാങ്ങിച്ചതല്ലേ? അതിനു മുമ്പോ? ഓ എന്റെ ഏട്ടാ, എന്റെ സന്തോഷത്തിന് ഒരു അതിരുമില്ല. നിത്യേ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എന്റെ മോളെ, ഈ ജയിക്കുമ്പോഴും സമ്മാനം കിട്ടുമ്പോഴൊക്കെ ഒരു കാര്യം പറയൂലേ, അതാ ഇവൻ ഈ മുക്കി മൂളിയും കൊണ്ടിരിക്കുന്നേ. കൺഗ്രാറ്റുലേഷൻസ് ആണോ? കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കി. കേട്ടാൻ പോകുന്ന പെണ്ണിന് റാങ്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്റെ ഏട്ടാ, ഇവന്റെ കൂട്ടുകാർ മാത്രമൊന്നുമല്ല, അയൽപക്കത്തുള്ള പെണ്ണുങ്ങളൊക്കെ എനിക്ക് സ്വൈര്യം തരുന്നുണ്ടോ? മരുമോളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നൂടെ നളിനീന്ന് ചോദിച്ച് ബുദ്ധിമുട്ടാ. അവസാനം ഞാൻ അവരോട് തീർത്തു പറഞ്ഞു, ഇന്ന് ഇവരുടെ കല്യാണം ഉറപ്പിച്ചിട്ടേ ഞാൻ തിരിച്ചു വരുന്നു. ഞാനും ഒന്ന് പോടാ അവിടെ. എന്താ നളിനി പറയുന്നേ? ഇവര് തമ്മിലൊരു കല്യാണോ? സ്വന്തം പേര് നേരെ ചൊവ്വ എഴുതാൻ അറിയോ ഇവന്? അതിന് കല്യാണം കഴിക്കുന്നത് പേരെഴുതി കളിക്കാനൊന്നും അല്ലല്ലോ. വിമലേട്ടനും ഞാനും കൂടി കല്യാണമൊന്നും നടക്കില്ല. അപ്പൊ ഇത്രയും കാലവും ഞാനും എന്റെ മോനും ആഗ്രഹിച്ചതോ? അത് അമ്മയുടെ കുഴപ്പം. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല. ഈ ജന്മത്ത് അങ്ങനെ ചിന്തിക്കുകയില്ല. നീ വലിയ പഠിപ്പുകാരിയായപ്പോ നിനക്ക് എന്റെ മോനെ പറ്റില്ല അല്ലേ? നളിനി, അതെ, ഏട്ടൻ കൊഞ്ചിച്ച് വഷളാക്കി തന്നെ അവളെ. അമ്മയെ കണ്ട് വളർന്നാണെങ്കിൽ ഇത്രയും ധിക്കാരം പറയില്ലായിരുന്നു. അതിനെങ്ങനെ അമ്മയുടെ ജീവൻ എടുത്തിട്ടല്ലേ പിറന്നു വീണത്. പഴയതൊന്നും മറക്കണ്ട ആരും. നാളിനി കണക്ക് പറയാൻ തുടങ്ങിയ അച്ഛനും മോളും നാറും. ഇങ്ങോട്ട് വാജാൻ. വയസ്സിൽ അച്ഛനമ്മയും മരിച്ചതല്ലേ? പിന്നെ നോക്കിയതാരാ? വളർത്തിയതാരാ? പഠിപ്പിച്ചതാരാ? അച്ഛൻ തന്നെയല്ലേ? അച്ഛൻ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെ കൂട്ടി നോക്കിയാലും നമുക്ക് തന്നെയാ നഷ്ടം. ഏട്ടൻ കൊഞ്ചിച്ച് വഷളാക്കി തന്നെ അവളെ. അമ്മയെ കണ്ട് വളർന്നാണെങ്കിൽ ഇത്രയും ധിക്കാരം പറയില്ലായിരുന്നു. അതിനെങ്ങനെ അമ്മയുടെ ജീവൻ എടുത്തിട്ടല്ലേ പിറന്നു വീണത്. വേലപ്പേട്ടനോ? എല്ലാരും ഉണ്ടല്ലോ.
പതിവൊക്കെ കഴിഞ്ഞോ? ഓ, ഷാപ്പ് കൂട്ടിയോ? നേരം വെളുക്കും മുതലേ വൈകുന്നേരം വരെ പാടത്ത് കിടക്കുന്നല്ലടാ. ക്ഷീണം ഒന്ന് തീർക്കണ്ടേ? ഹരിക്ക് പിന്നെ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹരി ഷാപ്പിൽ വരാറില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഷാപ്പിൽ ഹരി ഭയങ്കര ഫേമസാ. അതെങ്ങനെ? വേലപ്പേട്ടൻ തന്നെയാ കാരണം. നീ ചെലപ്പം ഞങ്ങളെ ചൊല്ലിക്കേപ്പിക്കുന്ന കവിതകളില്ലേ, ഞാനത് അവിടെ ഇരുന്ന് തട്ടിവിടും, കയ്യടിയും വാങ്ങിക്കും. ഷാപ്പില് ഫേമസ് ആകാൻ ഞാൻ പാട്ട് പാടിയാ മതിയല്ലോ. പക്ഷെ നാട്ടില് ഫേമസ് ആകണെങ്കിലേ അച്ചടിച്ചു വരണ്ടേത്. അതെന്താ നീ ചെയ്യാത്തെ? എന്റെ എഴുത്ത് അത്രയ്ക്കൊന്നുമില്ല വേലപ്പേട്ട. ഹരി ഇപ്പൊ എന്താ എഴുതുന്നേ? ഓ, ഒന്നുമില്ല. അത് കളാ. ആകാശത്ത് ചന്ദ്രനുണ്ടെങ്കിൽ ഹരി പാടത്തുണ്ടാവും, ഹരി പാടത്തുണ്ടെങ്കിൽ കടലാസി കവിത ഉണ്ടാവും. രണ്ടു വരി ഞങ്ങളും കേക്കട്ടാ. എന്നാ ശരി. എന്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴാ ഞാന് എന്തെങ്കിലുമൊക്കെ എഴുതാറ്. വേഴാമ്പലേ കേഴുന്നുവോ, തേടുന്നുവോ നിന്നോർമകൾ, അന്നു നീ നെഞ്ചിലെ ആശയാമമ്പരം, ഇന്നു നീരനായി മാറുമീ നൊമ്പരം. നോക്കിനാലെന്തിനോ യാത്രയാകുന്നു നീ, മാറിലേ നീരലായി മാഞ്ഞിടാ മാത്രകൾ, മറവിയിലാഴുന്നു മനസ്സിലെ ഈണങ്ങൾ, കരിയിലമോടുന്നു കരളിലെ രൂപങ്ങൾ. മോളെ, നിത്യമോളെ, അച്ഛാ, എന്താ പറ്റിയത്? ഒന്നുമില്ല മോളെ. ജംഗ്ഷനിൽ നിൽക്കുമ്പോ പെട്ടെന്നൊരു തളർച്ച പോലെ. ഡോക്ടറെ അടുത്ത് പോവാന്ന് ഞങ്ങൾ പറഞ്ഞതാ, പക്ഷെ കേട്ടില്ല. ചൂടിന്റെ ശരി, കിടന്നാ ശരിയായിക്കോളും. നീ കുറച്ച് വെള്ളം എടുക്ക. അകത്തോട്ടിരിക്കാൻ മെല്ലെ. എന്തായാലും ഡോക്ടറെ ഒന്ന് കാണുന്നത് നല്ലതാ. സാരമില്ല പ്രസിഡന്റ്, നിങ്ങൾ പൊക്കോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? ഒരു കുഴപ്പമില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മോള് വിളിക്ക്. ഡോക്ടറും വേണ്ട, മരുന്നും വേണ്ട, ഒക്കെ വാശി അച്ഛന്. കരഞ്ഞു കരഞ്ഞ് ഞാനങ്ങ് ഇല്ലണ്ടായാ മതിയല്ലോ. ഇപ്പൊ എന്താ മോൾക്ക് വേണ്ടത്? ഡോക്ടറെ അടുത്ത് പോണം, അത്രയല്ലേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം തന്നെ കണ്ടേക്കാം. പോരെ? എന്റെ കുട്ടിയെ ഭദ്രമായിട്ട് ഒരിടത്ത് എത്തിക്കാതെ അച്ഛൻ അങ്ങനെ പോകുന്നില്ല കേട്ടോ. ചെറിയ പ്രോബ്ലംസ് ഉണ്ടല്ലോ. തൽക്കാലം നമുക്ക് മരുന്നിൽ നിർത്താവുന്നതേ ഉള്ളൂ. ഹാർട്ട് മസിൽസ് വീക്കാണ്. 1 മാസത്തെ മരുന്ന് കഴിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഡീറ്റെയിൽ ചെക്കപ്പ് ആവാം. ശരി ഡോക്ടർ. പേടിയുണ്ടോ? എന്ത് പേടി ഡോക്ടറെ? ഇത്രയും കാലം ഓടിയ വണ്ടിയല്ലേ, ചെറിയ പരിക്കൊക്കെ കാണില്ലേ? ഗുഡ്. അസുഖത്തിനെ ഇങ്ങനെ നേരിടാൻ തീരുമാനിച്ച പിന്നെന്താ പ്രശ്നം? നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം.
എന്തു പറ്റി? എന്തൊക്കെയാ അച്ഛനിടുന്ന് ആലോചിച്ചത്? അച്ഛന് പേടിയാകുന്നുണ്ട് മോളെ. എല്ലാ ജീവിതത്തിനും ഒരവസാനമുണ്ട്. അതിന്റെ സൂചനകൾ കിട്ടിത്തുടങ്ങിയാല് പിന്നെ ഒരു വല്ലാത്ത പരിഭ്രമ. ഇനി ബാക്കിയുള്ള സമയം കൊണ്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പൂർത്തിയാക്കണം എന്നൊക്കെ. അച്ഛൻ എന്നെ കൂടി കരയിപ്പിക്കോ? ഇത്രയും നാളത്തെ എന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. അതിന്റെ കാരണം നീ ഒരാളാ. എന്നെ സങ്കടപ്പെടാൻ നീ സമ്മതിച്ചിട്ടില്ലല്ലോ. നാളെ ഒരു ദിവസം പെട്ടെന്ന് കണ്ണടച്ചു പോവാണെങ്കിൽ മോൾ അച്ഛൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. അച്ഛന് നിന്റെ കൈപിടിച്ചു വേണം കണ്ണടയ്ക്കാൻ. കടമകൾ പൂർത്തിയാക്കിയില്ല എന്നൊരു തോന്നലിന് മടങ്ങാൻ വയ്യ. അച്ഛന് മോളുടെ കഴുത്തില് ഒരു താലി കാണണം, നെറ്റിയിൽ സിന്ദൂരം കാണണം. അപ്പച്ചന് സ്വയം പറയാം, സദാനന്ദ നിന്റെ ജീവിതം പൂർണ്ണമാണെന്ന്. മരുന്ന് കഴിച്ച് മാറാവുന്നതേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞിട്ട് ഇങ്ങനെയാണോ? പഠിക്കണം, വലിയ ആളാകണം എന്നുള്ള നിന്റെ ആഗ്രഹമൊക്കെ അച്ഛനറിയാം. പക്ഷേ അച്ഛന് മോളോട് അപേക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊന്നുമില്ല. അച്ഛൻ്റെ ആഗ്രഹം നടത്തി തരൂ മോളെ. കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കാലോ. അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം. അച്ഛനൊന്നും സംഭവിക്കില്ല. അച്ഛന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങള് കാവലുണ്ടാവും. അച്ഛൻ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യം ഇനി ഇത് നിഷേധിച്ചൂടാ. അച്ഛന്റെ തീരുമാനം പോലെ ചെയ്തു. നിന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരാള് അച്ഛനത് കണ്ടെത്തു കേട്ടോ. സാന്തേട്ടാ, ആ വാ ഇരിക്കെ. ആ 11 മണിയാകുമ്പോൾ ഒരു സ്ഥലത്തെത്തണം. എന്നാ പിന്നെ സാധാരണ ചേട്ടനെ കണ്ടിട്ട് അങ്ങ് പോകാന്ന് കരുതി. അല്ലെങ്കിൽ പിന്നെ തിരക്കായി പോവും. മോളെ 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 മേശപ്പുറത്ത് അച്ഛൻ നിന്റെ ഗ്രഹനില വെച്ചിട്ടുണ്ട്, അധികം എടുത്തോണ്ട. ഒരുവിധമൊക്കെ പറഞ്ഞ അവളെ സമ്മതിപ്പിച്ചത്. പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് നല്ലൊരാൾ വന്നു കയറിയ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും സാധനത്തേട്ടാ. ഇവിടുത്തെ കാര്യങ്ങളുടെ അവസ്ഥയൊക്കെ തന്നോട് ഞാൻ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ മോൾക്കൊരു കുറവുണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ളൊരു കുടുംബത്തിലേക്ക് ആയിരിക്കണം, അങ്ങനെയുള്ള ചെറുക്കനായിരിക്കണം. അത് എന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ഏറ്റെന്നേ നിത്യമോളുടെ വിദ്യാഭ്യാസത്തിനും ഈ കുടുംബത്തിന്റെ അന്തസ്സിനും ചേർന്ന ഒരാലോചനയായിട്ട് ഞാൻ വരൂ. കുടിക്കാൻ എന്താ എടുക്കും മോളെ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഇപ്പം ഇറങ്ങിയാലേ പറഞ്ഞ സമയത്തിന് അവിടെ എത്താൻ പറ്റും. എന്നാ പിന്നെ ഇറങ്ങട്ടെ മോളെ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഇയാളാകുമ്പോൾ പറഞ്ഞു പറ്റിക്കില്ല. ഉള്ള കാര്യമേ പറയൂ, ഒരുപാട് വൈകിയില്ല. ഈശ്വര, അതൊരു ഡോക്ടറുടെ മോളാ മാഡം. കുട്ടി എഞ്ചിനീയറിംഗ് കഴിഞ്ഞു നിൽക്കുക. ഇതൊന്നും വേണ്ട ഭരത. ഇങ്ങനത്തെ കുട്ടികളെ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മാഡത്തിന്റെ മനസ്സിലുള്ള കുട്ടി എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. എങ്ങനെയുള്ള കുട്ടിയാണെന്ന് ചോദിച്ചാൽ ആദ്യ കാഴ്ചയെ തന്നെ അമ്മയുടെ മനസ്സ് കീഴടക്കണം. ഐശ്വര്യമുള്ള മുഖം, തെളിഞ്ഞ ചിരി, അടക്കം, ഒതുക്കം. അല്ലേ അമ്മ? ഒന്ന് പോടി ഭരത. അവന്റെ ഗ്രഹനില കയ്യിൽ വെച്ചോളൂ.
പിന്നെ ബാധ്യതയുടെ പേരിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയല്ല. എനിക്ക് സ്നേഹിക്കാൻ ഒരു മോളാ വേണ്ടത്. ശരി മാഡം, ഞാനൊന്ന് നോക്കട്ടെ. എന്നാ ഞാനങ്ങോട്ട്. ശരി. അങ്ങേര് നടന്ന് കാല് തേഞ്ഞാലും ഒരു പ്രയോജനവും ഇല്ല. ആരെ കൊണ്ടുവന്നാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. അതെന്താ? അമ്മയുടെ മനസ്സ് മുഴുവൻ ആ അമ്പലത്തിൽ കണ്ട ആളില് കുടുങ്ങിക്കിടക്കുക. സത്യമല്ലേ? എന്താ വിശ്വംബര ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ? ഹരിയുടെ ഒരു കാര്യത്തിന് വേണ്ടിയാ ഞാൻ വന്നത്. നല്ലൊരു ആലോചന ഒത്തു വന്നിട്ടുണ്ട്. എവിടെ നിന്നാണോ? ഇവിടെ അടുത്തുനിന്ന് തന്നെയാ. ഒറ്റ മോളാ. പെൺകുട്ടിയുടെ ഫോട്ടോ ചേട്ടനൊന്ന് നോക്കിയേ. എങ്ങനെയുണ്ട്? നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. ആ മോനെ, വിശ്വംബരം വന്നിരുന്നു. ബ്രോക്കറെ മോനെ, ആലോചന നിനക്ക. എനിക്കോ? അമ്മാവ, എനിക്ക് പെണ്ണ് നോക്കാൻ അയാളോട് ആരാ പറഞ്ഞത്? എടാ നല്ല കുട്ടിയാ, നീ ഒന്ന് നോക്ക്. എടാ മോനെ,